ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഉമ്മ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്നേ പുതിന ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ അരമുറി നാളികേരവും കുറച്ചധികം പുതിനയും ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുളക് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കട്ടി കുറച്ചിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന പുതിന ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണിയുടെ കൂടെയും പിന്നെ മന്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.